എക്സൈറ്റഡ് ആണോ? എന്ത് ചെയ്യാനാ പോകുന്നേ? അത് സ്വിമ്മിംഗ് പൂളാ, സീ അല്ല. സീ അതിൻ്റെ അപ്പുറത്താണ്. അവർ കടലിലല്ല ഇറങ്ങിയേക്കുന്നത്, അവർ സ്വിമ്മിംഗ് പൂളിലാണ് ഇറങ്ങിയേക്കുന്നത്. പക്ഷേ സ്വിമ്മിംഗ് പൂൾ തീരുന്നിടത്ത് കടലാണ്. ഹലോ എവ്രി വൺ. ലങ്കാവി എന്ന് പറയുന്നത് മലേഷ്യയിലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സ്പോട്ടാണ് കേട്ടോ. ഒരുപാട് ഇന്ത്യൻസ് വരുന്ന ഒരു സ്ഥലമാണ് ലങ്കാവി. ഞങ്ങളത് അവിടെ വിസിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഏറ്റവും കൂടുതൽ വൈറ്റ് പീപ്പിൾസും ഇന്ത്യൻസും ആണ് ഇപ്പോൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂമും അതിൻ്റെ റെൻറ്റും അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ്. ക്വായിലുള്ള 4-സ്റ്റാർ ഹോട്ടലായ ധ്യാൻ ബേ റിസോർട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഞങ്ങൾ ക്വായി സ്റ്റേ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള സിറ്റികളിലെല്ലാം സ്റ്റേ ചെയ്യുന്നതിനേക്കാളും റെൻറ്റ് കുറച്ചുകൂടെ കുറവാണ്. ആദ്യം തന്നെ ബാത്റൂം തുറന്നേ. ലങ്കാവി ഒരു ചെറിയ ഐലൻഡാണ്. ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് ഞങ്ങളൊരു കാറ് റെൻറ്റിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാറ് വെച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടും ആക്സസിബിൾ ആണ്. ദിസ് ഇസ് നോട്ട് ബാത്റൂം, ദിസ് ഇസ് എ ലോണ്ടറി സ്പേസ്. തുണി വല്ലതും നനച്ചാൽ നമുക്കിവിടെ വിരിച്ചിടാനും ഉണക്കാനും ഉള്ള ഒരു സ്പേസ്. കാരണം അപ്പുറത്ത് ബീച്ചല്ലേ, അപ്പോൾ ബീച്ചിൽ പോയിട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ നനച്ച് കഴിഞ്ഞാലേ 200 റിംഗിറ്റിനത് വെർത്താണെന്ന് ചോദിച്ചാൽ നല്ല വെർത്താണ്. പക്ഷേ ഇതിന് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട് കേട്ടോ. ബിക്കോസ് ഒരു ലിവിങ് ഏരിയയും ഒരു ബെഡ്റൂമും 2 ബാത്റൂമും ഒരു ലോണ്ടറി സ്പേസും പിന്നെ സൂപ്പർ ഒരു ബാൽക്കണിയും ഉള്ള ഒരു റൂമാണിത്. റൂമെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു റിസോർട്ടാണിത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് പഴയതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടോയ്ലറ്റ്സും അവിടുത്തെ ഫെസിലിറ്റീസും ഒക്കെ കുറച്ച് മോശമാണ്. മോശമെന്ന് പറയാൻ പറ്റില്ല, പഴയതാണ്. പക്ഷേ അതെല്ലാം ഞാൻ ഓക്കെ ആയത് ഈ വ്യൂ കണ്ടപ്പോഴാണ്. എനിക്ക് ഈ ഒരു ബാൽക്കണി മാത്രമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷേ 3 ഡേയ്സ് ഞാൻ അവിടെ സ്റ്റേ ചെയ്തിട്ട് പറയാണ്, എനിക്ക് ഓവറോൾ ഒരു 4 റേറ്റിംഗ് കൊടുക്കാനാണ് തോന്നിയത്.